ദേവദാസൻ തിയോഫിലച്ചൻ്റെ മാധ്യസ്ഥത തേടി ഇന്നേ ദിവസം ഈ ദേവാലയത്തിലും ഈ ശുശ്രൂഷകളിലും കടന്നു വന്നിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങൾ നമുക്ക് ഈ ബലിയിൽ സമർപ്പിക്കാം. ഏറെ പ്രത്യേകിച്ച് ഇന്ന് കൗൺസിലിങ്ങിനും അതുപോലെ വ്യത്യസ്ത നിയോഗങ്ങളുമായി ദേവദാസന്റെ സവിധത്തിൽ അടഞ്ഞിട്ടുള്ളവർ കുടുംബങ്ങൾ തന്നെയാണ്. ദൈവം അനുഗ്രഹങ്ങൾ ക്ഷണിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെയും പരിശുദ്ധമായി ബലിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ന് ആഗോള സഭ വിശുദ്ധ ഫിലിപ്പേരിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വെസ്റ്റർ ഹോളി സ്പിരിറ്റ് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള വ്യക്തിത്വമായിരുന്നു വിശുദ്ധ ഫിലിപ്പേരി. ആദ്യ നാളുകളിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. എന്നാൽ ആത്മാവിൻ്റെ നിറവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഫിലിപ്പേരിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും വലിയ മാറ്റം സംഭവിച്ചുവെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയാറുണ്ട്. ഓരോ ദിവസവും അദ്ദേഹം പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. കാറ്റഗറികളിൽ ചെന്നിട്ട് കാറ്റഗറിസ് യേശു സ്ഥലമാണ്. ആ സ്ഥലങ്ങളിൽ ചെന്നിട്ട് പിന്നിലേക്ക് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. അങ്ങനെ ഒരു നാളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ആത്മാവിൻ്റെ ഒരു അഭിഷേകം അദ്ദേഹത്തിന് ലഭിക്കുന്നു. ശക്തമായ ആത്മാവിൻ്റെ ചൈതന്യം അദ്ദേഹത്തിന് നിറയുന്ന അനുഭവവും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന പരിവർത്തനവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കും ഈ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നത് ഈ ആത്മാവിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ സഹായകനെ അയക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും. പീഡനങ്ങളുടെ നടുവിലും പ്രതിസന്ധികളിലും ചുറ്റും അസ്വസ്ഥതകൾ ഉയരുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തി അവൻ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് കരുത്തുള്ള വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും. ഒറ്റയ്ക്കല്ല, കൂടെ ദൈവമുണ്ടെന്ന് ആ തിരിച്ചറിവ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് ഓരോ മനുഷ്യനും അവൻ വിഷമത്തോടെ പറയുന്നത് എന്നെ ആരും കരുതുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ആരും എന്നെ സഹായിക്കാനില്ല. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്നെ സഹായിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കുക. മനുഷ്യരുടെ പാഴ്വാക്കുകൾ കേട്ട് ഒറ്റപ്പെട്ട ജീവിതമാണെന്ന് ചിന്തിച്ച് നിരാശയ്ക്ക് അടിമപ്പെടാതെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്, ദൈവം എനിക്ക് സഹായകനായി കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ഐക്യത്തോടെ നേരിടുവാനായിട്ടുള്ള അഭിഷേകം ഈ ബലിയിലൂടെ നമുക്കും ലഭിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി വിശുദ്ധ ഫിലിപ്പേരിയുടെ മാധ്യസ്ഥവും ഈ ബലിയിൽ നമുക്ക് യാചിക്കാം. ഭക്തിയോടെ അനുഭവിക്കുവാനും നമ്മുടെ പ്രഭുക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അനിത പാപത്തെ ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരമായ
വിശുദ്ധിയുടെ മഹത്വത്തിലെ ഉയർത്തുന്നതിൽ നിന്ന് അങ്ങൊരിക്കലും വിരമിക്കുന്നില്ലല്ലോ. വിശുദ്ധ ഫിലിപ്പിയുടെ ഹൃദയം വിസ്മയകരമായി നിറച്ച അതേ അഗ്നിയായ പരിശുദ്ധാത്മാവ് ഞങ്ങളെയും ഉദ്ദീപിക്കുവാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമോത്രാക്കിയിലേക്ക് യാത്ര ചെയ്തു. അടുത്ത ദിവസം നെയാപോളിസിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്ക് പോയി. അത് മക്കദേനോയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമായുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു. കുറെ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. നഗര കവാടത്തിൽ പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥന കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടേക്ക് സംസാരിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടി വിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലിദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവ് വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ വിളിക്കുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അവൾക്ക് വഴങ്ങി. കർത്താവിന്റെ വചനം. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേൽ തന്റെ സ്രഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമം സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കുകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി ഉയരട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. നിങ്ങളും സാക്ഷ്യം നൽകും. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 15 വാക്യങ്ങൾ 26, 16 അധ്യായം 4 വരെയും.
അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവനായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. നിങ്ങൾക്കിടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിലെ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. അൾത്താറ് മുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമക ഹൃദയം കർത്താവേ അങ്ങു സ്വീകരിക്കൂ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, കൃതജ്ഞതാ ബലി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫിലിപ്പിൻ്റെ മാതൃകയാൽ അങ്ങേ നാമം മഹത്വപ്പെടുത്തുന്നതിനും അയൽക്കാരെ സേവിക്കുന്നതിനുമായി ഞങ്ങളെ തന്നെ എപ്പോഴും സന്തോഷപൂർവ്വം സമർപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധം 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിൺകണവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ
വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമ്മെ തന്നെ ഈ അൾത്താരയിലെ വലിയ വസ്തുക്കളോടൊപ്പം സമർപ്പിക്കാം. അസ്വസ്ഥതകളും പ്രതിസന്ധി നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ആ അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് നമുക്കറിയാം. വ്യക്തികളിലെ സ്വഭാവ വൈകല്യങ്ങൾ അത് കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുമ്പോൾ അത് സമൂഹത്തിൽ അസ്വസ്ഥത തീർക്കുന്നു. അത് പിന്നെ മറ്റെല്ലാ ഇടങ്ങളിലും അസ്വസ്ഥതയ്ക്ക് അത് കാരണമാകുന്നു. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ കുടുംബങ്ങളിലുള്ളവർക്ക് ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുവാൻ നമ്മുടെ ഹൃദയവും മനസ്സും തുറന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കൂദാശ വചനങ്ങളിൽ ഭയഭക്തിയോടെ പങ്കുചേരാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാ തീരുമാറാകട്ടെ. അവിടം ഒറ്റിക്കൊടുക്കപ്പെട്ടു സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്തു കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്തു വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി
യേശുവിൻ കൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാരായ ജോസഫ് മെത്രാപോലിത്തയോടും ആന്റണി വാലുങ്കൽ മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും സകല വൈദികരോടും സന്യാസിനികളും സുവിശേഷ പ്രഘോഷകരും വിശ്വാസികളും ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞിട്ടുള്ളവരെയും ഏറെ പ്രത്യേകിച്ച് ആരോരും പ്രാർത്ഥിക്കുവാനില്ലാതെ ശുദ്ധീകരണ സ്ഥലങ്ങളിൽ കിടക്കുന്ന ആത്മാക്കളെയും ഒരു നിമിഷം നമുക്ക് ഓർത്ത് കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഇവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ളവരെയും ഞാൻ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും കുടുംബങ്ങളെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അവരുടെ നിയോഗങ്ങളെയും കാരുണ്യപൂർവ്വം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടും പാതുവായിലെ വിശുദ്ധ അന്തോനീസിനോടും വിശുദ്ധ പാദ്രപ്പിയോടും വിശുദ്ധ ഗീവർഗീസിനോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ അൽഫോൺസാമയോടും വിശുദ്ധ കൊച്ചുത്രേസ്യായോടും വിശുദ്ധ ഫൗസ്റ്റീനായോടും ഇന്നത്തെ തിരുനാളിന് കാരണക്കാരനായ വിശുദ്ധ ഫിലിപ്പ് നേരിയോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ 10 പീസ് പാപ്പയോടും വിശുദ്ധ ബൊനവെഞ്ചറിനോടും സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെയും ത്രിത്വേക ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ജീവിതം നമുക്കും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ത്രിത്വേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ഉദ്ധാനം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ.
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും വിശ്വാസ തകർച്ചകളിൽ നിന്നും എല്ലാവിധ പൈശാചിക തിന്മകളിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്കും ഞങ്ങളുടെ സമൂഹങ്ങൾക്കും കുടുംബങ്ങൾക്കും ശുശ്രൂഷാ മേഖലകൾക്കും തൊഴിൽ മേഖലകൾക്കും പഠന മേഖലകൾക്കും സമാധാനവും ഐക്യവും ദൈവീക കൃപകളും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഉദ്യതനായ ഈശോയെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് വിശ്വാസത്തോടുകൂടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് തരുന്ന സമാധാനവും സൗഖ്യവും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ കുടുംബാംഗങ്ങളിലും നിറയപ്പെടുവാൻ ഇന്ന് ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ആസ്പത്രികളിൽ ഭവനങ്ങളിൽ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെയും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ പഠന മേഖലകളിലായിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെയും അതോടൊപ്പം തന്നെ വിസ തടസ്സങ്ങൾ മാറുവാൻ ജോലി സ്ഥിരത ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവിൻ്റെ അനുഗ്രഹവും അവർക്കാവശ്യമായ ദൈവത്തിൻ്റെ കൃപയും ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം നല്ല കാലാവസ്ഥ ലഭിക്കുവാൻ നമുക്കറിയാം, ഈ മഴക്കാലം ഒത്തിരിയേറെ ദുരിതങ്ങൾ അനേകർ അനുഭവിക്കുന്നുണ്ട്. ആ ദുരിതങ്ങളിൽ അവർക്ക് സംരക്ഷണം ലഭിക്കുവാൻ, അവർക്ക് ജീവനും സ്വത്തിനും അവരുടെ സമ്പാദ്യങ്ങൾക്കും തകർച്ചകൾ വരാതിരിക്കത്തക്ക വേണം ദൈവം അവരെ പരിപാലിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തു നൽകുന്ന സമാധാനം ആശംസിക്കുവിൻ. നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
പൂവിന്മയേറിടും അപ്പമായെൻ്റെ ഉള്ളിൽ വാഴുവാരൻ യേശുനാഥൻ അണയും നീ നേരം. അതിരില്ലാ സ്നേഹത്തിൻ അടയാളമാ, അതിരില്ലാ സ്നേഹത്തിൻ അടയാളമാ, തൻ മാംസരക്തമെന്നിൽ ചൊരിഞ്ഞിടുന്നു. അതിപൂജ്യമാകുമീ ദിവ്യമാബലിവേദിയിൽ സ്നേഹമായി തീരുവാൻ അപ്പമായി മുറിയുന്നു നീ. ജീവനേ സ്നേഹമേ ഉള്ളിലലിയാൻ നീ വരൂ. ജീവനേ സ്നേഹമേ ഉള്ളിലലിയാൻ നീ വരൂ. പൂവിന്മയേറിടും അപ്പമായെൻ്റെ ഉള്ളിൽ വാഴുവാൻ യേശുനാഥൻ അണയും നീ നേരം. കർത്താവ് അരുൾ ചെയ്യുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഭോജനത്താലാണല്ലോ ഞങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ഫിലിപ്പ്നേരിയെ അനുകരിച്ച് യഥാർത്ഥ ജീവൻ നൽകുന്ന അതേ ഭോജനം എന്നും ഞങ്ങൾ തേടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, സുവിശേഷം പ്രഘോഷിക്കുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വേദനിക്കുന്ന മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശ ഉയർത്തിപ്പിടിച്ച
കർമ്മയോഗിയായ തിയോഫിനച്ചനെ ഞങ്ങൾക്ക് നൽകിയ സർവേശ്വര, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. പീഠത്തിന്മേൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ പ്രകാശം പരത്തിയും പാറപ്പുറത്ത് പണിതുയർത്തിയ ഭവനം പോലെ സകലർക്കും വെളിപ്പെട്ടുമുള്ള തിയോഫിനച്ചൻ്റെ സുഹൃത ജീവിതം ദൈവമേ, അങ്ങ് ഭൂമിക്ക് സമ്മാനിച്ച മനോഹരമായൊരു വെളിപ്പെടുത്തലാണെന്ന് ഞങ്ങൾ അറിയുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഒരു സഹന ബലിയാക്കി തീർത്ത് അനിതര സാധാരണമായ നന്മകൾ കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വിനീത ശിഷ്യനായി മാറിയ ദൈവദാസൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. ദൈവദാസൻ്റെ സാന്നിധ്യമുറങ്ങുന്ന ഈ പുണ്യ സമാധിയിൽ നാനാവിധ ദുഃഖങ്ങളാൽ ഹൃദയം തകർന്നണഞ്ഞിരിക്കുന്ന പ്രിയ മക്കളെ തൃക്കൺ പാർക്കണമേ. അവരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും അകറ്റുവാൻ പൊന്നുരുന്നിയിലെ പുണ്യനായ ദൈവദാസൻ തിയോഫിനച്ചനെ ഞങ്ങളുടെ മധ്യസ്ഥതയ്ക്ക് യോഗ്യനാക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവദാസൻ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥത്തോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് ആലപിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. രണ്ടാം ക്രിസ്തു എന്ന നിലയിൽ ലോകം ആദരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പാത പിന്തുടർന്ന് ഒരു കപ്പൂച്ചൻ വൈദിക സന്യാസിയായി ജീവിച്ച് മാനവർക്ക് നന്മ ചെയ്ത് കടന്നുപോയ തിയോഫിനച്ച, കാലവും തലമുറകളും ഒത്തിരി കടന്നുപോയിട്ടും ഞങ്ങൾ ആദരപൂർവ്വം അങ്ങയെ ഓർമ്മിക്കുന്നു. അങ്ങ് അതിവേഗം വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന് കത്തോലിക്ക സഭയ്ക്കും ഭാരത സഭയ്ക്കും അഭിമാനമാകുവാനും ഞങ്ങൾക്കെന്നും ആശ്വാസമരുളുന്ന മധ്യസ്ഥനാകുവാനും ഇടവരുത്തണമെന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. തകർന്ന കുടുംബ ബന്ധങ്ങളെ നവീകരിക്കുവാൻ പൊന്നുരുന്നിയിലും മറ്റു പ്രദേശങ്ങളിലും ഭവന സന്ദർശനങ്ങളിലൂടെ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ദൈവദാസൻ തിയോഫിനച്ച, അങ്ങയുടെ വിശുദ്ധി വഴി ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് വേണ്ടത്ര ആത്മീയ ഉണർവും ഉത്തേജനവും ലഭിക്കുവാൻ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കുഞ്ഞുങ്ങളോട് ആത്മീയ വാത്സല്യം പ്രകടിപ്പിച്ച തിയോഫിനച്ച ഇവിടെ സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും നന്മയിലും പരസ്പര സ്നേഹത്തിലും വളരുവാനും അവർക്ക് ഉയർന്ന പഠന വിജയവും കൃപ നിറഞ്ഞ ജീവിതവും ലഭിക്കുവാനും മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെയും പിശാചിൻ്റെയും പ്രലോഭനങ്ങൾക്കെതിരെ ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെയും ആശയടക്കത്തിലൂടെയും വ്രതനിഷ്ഠമായ സന്യാസ സമർപ്പണം നയിച്ച തിയോഫിനച്ച, അങ്ങയുടെ ജീവിത വിശുദ്ധി വഴി ഞങ്ങൾക്കും ആത്മപരീക്ഷകളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ലഭിക്കുവാൻ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. വ്യക്തിപരമായ ആകുലതകളും രോഗങ്ങളും പാടെ തിരസ്കരിച്ച് ഇടവേളകളില്ലാതെ കർമ്മനിരതനായി ജീവിച്ച തിയോഫിനച്ച, രോഗികളായവർക്കും വേദന അനുഭവിക്കുന്നവർക്കും ആശ്വാസമരുളണമേ. ഏതൊരു സഹനവും മധുരമായി സ്വീകരിക്കുവാൻ പഠിപ്പിച്ച അങ്ങയുടെ ജീവിത മാതൃക അനുകരിച്ച് അവരും അവരുടെ പരിതാപകരമായ സാഹചര്യങ്ങളെ ദൈവേഷ്ടത്തിന് സമർപ്പിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കൈകളിൽ ഉയർത്തിപ്പിടിച്ച കുരിശും തലയോടുമായി നിന്നുകൊണ്ട് മരണത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ധ്യാനപ്രസംഗകനായ തിയോഫിനച്ച, ക്ഷണഭംഗുരമായ ലോകസുഖമോഹങ്ങൾക്കപ്പുറത്ത് നിത്യതയെ ആഗ്രഹിക്കുന്നവരാകുവാൻ
ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഈ നാമകരണ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളും പ്രാർത്ഥനകളും, അതോടൊപ്പം തന്നെ ദൈവദാസൻ്റെ സവിധത്തിൽ ഇന്നേ ദിവസം കടന്നു വന്നിട്ടുള്ള എല്ലാ മക്കളുടെ നിയോഗങ്ങളെയും, അകലങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ നിയോഗങ്ങളെയും നമുക്ക് ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ ഇപ്പോൾ മൗനമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവദാസൻ തിയോഫിനച്ചൻ്റെ വിശുദ്ധിയും പുണ്യ യോഗ്യതകളും പരിഗണിച്ച് ഈ നിയോഗങ്ങളുടെ മേൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകൾ ശ്രവിച്ച് അങ്ങേ അനുഗ്രഹത്താൽ അനേകർക്ക് നന്മ ചെയ്ത് കടന്നുപോയ ദൈവദാസൻ തിയോഫിനച്ചൻ്റെ സുഹൃത ജീവിതമോർത്ത് ഞങ്ങൾക്ക് ഇവ സാധിച്ചു തരണമേ. ആമേൻ. ആശ്വാസമേകിലും സിദ്ധൻ കപ്പൂച്ചിൻ സഭയ്ക്കെന്നും അലങ്കാരം അനുദിനമനുഗ്രഹം തേടി വരും ഭക്തർക്കെല്ലാം അഭയമായി നിൽക്കുന്നതാരൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിന്നുകൊണ്ട് അനേകായിരങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന പൊന്നുരുനിയിലെ പുണ്യനായ തിയോഫിനച്ച, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ ഓർമ്മിക്കുന്നു. ത്യാഗത്തിൻ്റെയും മാനവസ്നേഹത്തിൻ്റെയും പാതയിൽ സഞ്ചരിച്ച് ഈ ഊശ്വരമായ ഭൂമിയെ മനോഹര കർമ്മങ്ങളാൽ സമ്പന്നമാക്കിയ അങ്ങയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും സേവിച്ചും കടന്നുപോയ അങ്ങയുടെ വിശുദ്ധ പാതയെ ഞങ്ങളും അനുകരിക്കുന്നു. കാവ്യവസ്ത്രം ധരിച്ചും അരയിൽ കനത്ത ചരട് കെട്ടിയും സർവസംഘ പരിത്യാഗിയായി ഞങ്ങൾക്കിടയിൽ ജീവിച്ച മനുഷ്യസ്നേഹിയായ അങ്ങയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവദാസൻ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥതകൾ തേടി പ്രാർത്ഥിച്ചവർക്ക് നിയോഗങ്ങൾ സഫലമാക്കി നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. നല്ലവനാം ദൈവത്തിനു സ്തുതികളേകിടാ നല്ലവനാം ദൈവത്തിനു സ്തുതികളേകിടാ. പ്രിയമുള്ളവരെ, ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവദാസൻ്റെ സവിധത്തിൽ വരുന്നവർക്ക് ഈശോ നൽകുന്നുണ്ട്. അനേകർ ഇവിടെ സമാധിയിൽ ഈ ദേവദാസൻ്റെ ആ സ്മൃതി മതത്തിൽ കടന്നു വന്നിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, മനസ്സമാധാനം, കുടുംബസമാധാനം, അതിനേക്കാൾ ഉപരി മാനസാന്തരത്തിൻ്റെ ഒത്തിരി ഫലങ്ങൾ കിട്ടിയ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ മാറിയ സാക്ഷ്യം, മദ്യപാനം, അതുപോലെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് മാറ്റം ഇവിടെ വന്ന് തുടർച്ചയായി ഈ നാമകരണ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കാഴ്ചവെച്ചപ്പോൾ ലഭിച്ച സാക്ഷ്യങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ ഒത്തിരി പേര് ഏറെ പ്രത്യേകിച്ച് ഓരോ ദിവസവും രാത്രി 9 മണിക്കും 10 മണിക്കുമൊക്കെ ഇവിടെ കടന്നു വരുന്നവരുണ്ട്. രാത്രി വൈകി കടന്നു വന്ന് ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന അനേകരുണ്ട്. അവരൊക്കെ പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയൊരു സമാധാനം, സന്തോഷം, ജീവിതത്തിൽ വലിയ പ്രത്യാശ, അതിനേക്കാളുപരി പല രോഗങ്ങളിൽ നിന്ന് അവർക്ക് ദൈവികമായ സൗഖ്യം ലഭിക്കുന്നതായിട്ടൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കെല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവദാസൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഈ വിശുദ്ധനായ തിയോഫിനച്ചൻ്റെ ആ വിശുദ്ധി പരിഗണിച്ച് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്. എല്ലാം നന്ദിയോടെ ഓർത്തെടുത്തുകൊണ്ട്
ദൈവസന്നിധിയിൽ കരങ്ങളും ഒക്കെ ഉയർത്തി നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ, പരിശുദ്ധാത്മാവായ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും നന്മകളെ ദൈവമേ നന്ദി. പുത്രനായ ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ നമുക്ക് നാമകരണ പ്രാർത്ഥന ചൊല്ലാം. നമ്മുടെ നിയോഗങ്ങളും പരിശുദ്ധമായ ദൈവസന്നിധിയിൽ തിയോഫനച്ചൻ്റെ മാധ്യസ്ഥത്തോട് ചേർത്ത് സമർപ്പിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ അനന്തവും അഗ്രാഹ്യവുമായ പരിപാലനയെ ഓർത്തുകൊണ്ട് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ വിശ്വസ്ത ദാസനായ തിയോഫിനച്ചൻ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ കാര്യസാധ്യത്തിനായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ തിയോഫിനച്ചന്റെ മൗക്തീകരണത്തിന് വേണ്ടി അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പാവപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും രോഗികളിലും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലും അങ്ങയെ ദർശിക്കുവാനും അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാനുമുള്ള ആഗ്രഹവും കഴിവും നൽകി തിയോഫിനച്ചനെ അനുഗ്രഹിച്ച അങ്ങ് ത്യാഗപൂർണവും സേവനനിരതവുമായ ജീവിതത്തിലൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എനിക്കും പ്രദാനം ചെയ്യണമേ. സ്നേഹസ്വരൂപനും എല്ലാ നന്മകളുടെയും ദാതാവുമായ ദൈവമേ, ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന തിരുവചനങ്ങളിൽ വിശ്വസിച്ചും പ്രത്യാശിച്ചും ഇതാ ഞാൻ അവിടുത്തെ പക്കൽ എന്നെ മുഴുവനായും സമർപ്പിക്കുന്നു. ഞാൻ യാചിക്കുന്ന ഈ സഹായം നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ളവരുടെ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥത്തോട് ചേർത്ത് സമർപ്പിക്കാം. അങ്ങയുടെ തിരുഹിതത്തിനും മഹത്വത്തിനും ഉതകുന്ന വിധം എനിക്ക് നൽകണമേ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ മേൽ ദൈവിക അനുഗ്രഹങ്ങളുടെ വർഷമാരി ഉണ്ടാകുവാൻ നമുക്കിപ്പോൾ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ശിരസ് നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പോകുന്ന വഴികളിലൊക്കെ ദൈവദാസൻ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥവും സഹായവും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ദൈവദാസന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും ലഭിക്കുവാൻ ദൈവദാസനായ തിയോഫിനച്ച, ദൈവദാസനായ തിയോഫിനച്ച, ദൈവദാസനായ തിയോഫിനച്ച. കർത്താവ് നിങ്ങളോടുകൂടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ച്
നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. കവാടം തുറക്കും രക്ഷാകരാമോസി, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്ക് കൃപ നൽകിടേണം. അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് രൂപവും ഭാവവും നൽകിയ പിതാവായ ദൈവം ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസംഭവമായി ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്നവൻ. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിങ്ങളെ വിട്ടുപിരിയില്ലെന്ന് പറയുന്ന ഒരു ദൈവം. ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവം അപ്പാ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം നമുക്ക് സമീപസ്ഥനായ ആ ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമുക്ക് ആരാധിച്ചു പാടാം. നമ്മോടൊപ്പം എന്നും വസിക്കുവാൻ, നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും തൻ്റെ തിരുരക്തത്താൽ കഴുകി നമ്മളെ വെണ്മയുള്ളവരാക്കുവാൻ, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുവാൻ പുത്രനായ ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്നു. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെട്ടു. അവൻ്റെ കൂടെ നടന്നവർ അവൻ്റെ അത്ഭുതങ്ങൾ ദർശിച്ചു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും അവൻ്റെ വാക്ക് കേട്ട് അതനുസരിച്ചു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ കണ്ട് ചുറ്റും കൂടിയവർ പറഞ്ഞു, ഇവൻ പറയുന്നത് എല്ലാവരും അനുസരിക്കുന്നു, ഇവൻ സത്യമായും ദൈവം തന്നെയാണ്. അതെ, അവിടുന്ന് തൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം അത് സ്ഥിരീകരിച്ചു. കാരണം ദൈവം തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു. അവിടുന്ന് നമ്മുടെ കൂടെ എന്നും വസിക്കുവാനായിട്ട് കണ്ട ഒരു മാർഗമായിരുന്നു ദിവ്യകാരുണ്യമായി മാറാൻ തയ്യാറായത്. അപ്പമെടുത്തിട്ട് ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. അവൻ ഈ ദിവ്യകാരുണ്യത്തിൽ ഇന്നും നമ്മുടെ കൂടെ വസിക്കുകയാണ്. വാക്ക് മാറാത്ത ദൈവം ഇന്നും നമ്മുടെ കൂടെ ഉണ്ടെന്ന്, നമുക്ക് സമീപസ്ഥനാണെന്ന് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമായി ഈ ദിവ്യകാരുണ്യത്തിൽ അവൻ വസിക്കുകയാണ്. ലോകം മുഴുവനുമുള്ള ദിവ്യകാരുണ്യത്തിലുള്ള
ഈശോയുടെ സജീവ സാന്നിധ്യത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരു ദൈവം, നമ്മുടെ കൂടെ നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഈ ലോകത്തിലുള്ളത്? നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത കർത്താവായ ഈശോ, ദിവ്യകാരുണ്യത്തിലെ ഈശോ നമുക്ക് അടുത്തുണ്ട്, സമീപസ്ഥനാണ്. എപ്പോൾ വേണമെങ്കിൽ ഓടി അണയുവാനുള്ള ഒരു സാന്നിധ്യമായിട്ട് ഈശോ കൂടെയുണ്ട്. അതിനേക്കാൾ ഉപരി ദിവ്യകാരുണ്യമായി അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ആശ്വസിപ്പിക്കുന്ന ഈശോയെ ഈ വിശുദ്ധ കുർബാനയിൽ കണ്ടുകൊണ്ട് നമുക്ക് ഹൃദയവും മനസ്സും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ചു പാടാം. യേശുവേ നാഥ, ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ചു പാടാം. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധാത്മാവായ ദൈവം, സഹായകനായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ശക്തിയാണ്. നമ്മൾ ബലഹീനരാകുമ്പോൾ, നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവായ ദൈവം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ അരികിൽ തന്നെയുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴിയെന്ന് പറയുന്ന ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും നമുക്ക് അനുഭവവേദ്യമാക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവായ ദൈവത്തെ ഈ ദിവ്യകാരുണ്യത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിച്ചു പാടാം. ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ കരങ്ങൾ വീശിക്കൊണ്ട് ആരാധിച്ച് സ്വർഗത്തോട് ചേർന്ന് നമുക്ക് ആരാധിച്ചുകൊണ്ട് ദൈവത്തെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: എന്നെ ആരാധിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. നിങ്ങളുടെ ശത്രുക്കളെ ഞാൻ പരാജയപ്പെടുത്തും. നമുക്ക് ആരാധിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പാടാം. പിതാവേ ഹല്ലേലൂയ, പുത്രനായ ദൈവമേ ഹല്ലേലൂയ, ആത്മാവായ ദൈവമേ ഹല്ലേലൂയ, 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 ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ആരാധന.
കാരുണ്യസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാം. ആശ്വസിപ്പിക്കുന്ന, സൗഖ്യം നൽകുന്ന, വിടുതൽ നൽകുന്ന ഈശോയുടെ മുമ്പിൽ നമുക്ക് അല്പസമയം ശാന്തതയോടെ ഇരിക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ശക്തി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങും. ഈശോയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സങ്കീർത്തകൻ പറയുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി. പലപ്പോഴും നമ്മൾ ഇന്ന് പ്രശ്നങ്ങളിൽ നോക്കി നോക്കി നമ്മൾ നിരാശപ്പെട്ട് ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഇന്ന് ഈ സമയം ദൈവം നമ്മളോട് പറയുന്നു, നീ എന്നെ നോക്ക്. നിൻ്റെ പ്രശ്നങ്ങളിൽ നോക്കാതെ നീ എന്നെ നോക്കി നിൻ്റെ എല്ലാ നിയോഗങ്ങളും നിൻ്റെ പ്രശ്നങ്ങളും എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുത്തുന്ന നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും വർഷിക്കും. വചനം പറയുകയാണ്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. എന്നാൽ കർത്താവിനെ തേടുന്നവർക്ക്, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്ക് ആ ഈശോയിലേക്ക് നോക്കി ശാന്തമായിട്ടിരിക്കാം. അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാ എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ
ഈശോയെ നോക്കി നമുക്ക് പാടാം. ബന്ധക്കുസ്ത അനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ വാഗ്ദാനമാണല്ലോ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ഞങ്ങളിൽ ഒന്ന് വസിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ, എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണം. എൻ്റെ ഉള്ളിൽ വസിച്ചെന്നെ നയിക്കണം, എന്നെ ബലപ്പെടുത്തണം, എന്നെ സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തിയായി മാറണം. എൻ്റെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ തകർന്ന ജീവിതത്തെ പുനരുദ്ധരിക്കണമേ. ഈശോയെ നോക്കി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളെല്ലാം സമർപ്പിക്കാം. എല്ലാവരും മുട്ടിന്മേലായിരിക്കട്ടെ. എല്ലാവരും മുട്ടുകുത്തട്ടെ. മുട്ടുകുത്താൻ കഴിയുന്നവരൊക്കെ ഈശോയുടെ മുമ്പിലൊന്ന് മുട്ടുകുത്താം. എളിമയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നെ സ്നേഹിക്കുവാൻ, നിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സാഷ്ടാംഗം വീണുക ഏറ്റവും മഹത്താമി ഉദാസേ, നവ്യനിയാമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽക്കൂ, ഇന്ദ്രിയങ്ങൾക്ക് പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം നിവേദിത്തി, ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും, പാവനാത്മാവിനും ഔവീതം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സൃഷ്ടിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാർത്ഥികതയോ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവകമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളയണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നോക്കി ആഗ്രഹിച്ച് പാടുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ്. പാടുക എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക തന്നെയാണ്. വിശുദ്ധ അഗസ്തീൻ പറയുന്നു, നമ്മൾ ഒരു ഗാനം ആലപിക്കുമ്പോൾ നമ്മൾ അത് ഇരട്ടി ആയിട്ട് അത് പ്രാർത്ഥിക്കുന്ന അനുഭവമായിട്ട് മാറും. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഈശോയുടെ സവിധത്തിൽ സമർപ്പിക്കുന്നതോടൊപ്പം ഈശോ വന്ന് വസിക്കണം.
പരിശുദ്ധ ത്രിത്വേക ദൈവം നമ്മളിൽ വന്ന് വസിക്കണമെന്ന് ആഗ്രഹിക്കുക. ഒറ്റപ്പെട്ട അനുഭവമല്ല, കൂട്ടായ്മയുടെ ജീവിതം നയിക്കുവാൻ ഈശോയെ നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൊന്നുരുന്നീൽ പൊന്നീശോയുടെ അരുമയായി തിയോഫിനച്ച കഠിനതപം ചെയ്ത് കരുണ നേടി നീ കാരുണ്യവാനുടെ ദാസനായി. കഠിനതപം ചെയ്ത് കരുണ നേടി നീ കാരുണ്യവാനുടെ ദാസനായി. നിന്നിലൂടെ വന്നു ചേരും നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലി നാഥനെ ഞങ്ങൾ വാഴ്ത്തിടുന്നു. നിന്നിലൂടെ വന്നു ചേരും നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലി നാഥനെ ഞങ്ങൾ വാഴ്ത്തിടുന്നു. പൊന്നുരുന്നീൽ പൊന്നീശോയുടെ അരുമയായ തിയോഫിനച്ച നിന്നുടെ പാദം പതിഞ്ഞൊരി മണ്ണിൽ വന്നിടും മക്കൾക്കായി പ്രാർത്ഥിക്കണേ. നിന്നുടെ പാദം പതിഞ്ഞൊരി മണ്ണിൽ വന്നിടും മക്കൾക്കായി പ്രാർത്ഥിക്കണേ. നിൻ സ്നേഹകരങ്ങൾ നീട്ടിയെന്നും നിൻ സ്നേഹകരങ്ങൾ നീട്ടിയെന്നും ഞങ്ങൾ തന്നർത്തനകൾ സ്വീകരിക്കൂ. ഞങ്ങൾ തന്നർത്തനകൾ സ്വീകരിക്കൂ. നിന്നിലൂടെ വന്നു ചേരും നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലി നാഥനെ ഞങ്ങൾ വാഴ്ത്തിടുന്നു. നിന്നിലൂടെ വന്നു ചേരും നന്മകൾക്കെല്ലാം നന്ദി
സ്തുതി ചൊല്ലി നാഥനെ ഞങ്ങൾ വാഴ്ത്തിടുന്നു. പൊന്നൊരുന്നിയിൽ പൊന്നീശോയുടെ അരുമയായ തിയോഫിനച്ച